ഗതാഗത സംവിധാനത്തിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സായി തിരുവല്ലയെ മാറ്റത്തക്ക വിധത്തിലാണ് ഈ പുതിയ KSRTC ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതിന് തുടക്കം കുറിച്ച അന്നത്തെ ട്രാൻസ്പോർട്ട് മന്ത്രി ശ്രീ മാത്യു ടി തോമസിനെയും അത് പൂർത്തീകരിക്കുന്നതിന് നേതൃത്വം നൽകിയ ഇന്നത്തെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഇവര് രണ്ടുപേരും അവരുടേതായ പങ്ക് വഹിക്കാൻ നേതൃത്വം നൽകാൻ ഇടയായതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു നല്ല മുഹൂർത്തം നമുക്കുണ്ടായത്. അതിൽ നിങ്ങളോടൊപ്പം ഞാനും സന്തോഷിക്കുകയും അവർ രണ്ടുപേരെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയും ചെയ്യുക. വൈകി വന്ന ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിനൊന്നും മുതിരുന്നില്ല. കേരളത്തിലെ അനേക ലക്ഷം ജനങ്ങൾ ദിവസവും ആശ്രയിക്കുന്ന അവരുടെ ഗതാഗത ആവശ്യങ്ങൾക്ക് വേണ്ടി ആശ്രയിക്കുന്ന ഒരു സ്ഥാപനമാണ് KSRTC. ആ ഒരു പ്രാധാന്യത്തോടുകൂടി ഈ KSRTCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരും പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ ചുമതല ഗവൺമെന്റിനാണ്, KSRTCയുടെ മാനേജ്മെന്റിനാണ് എന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ ഇതിലെ ജീവനക്കാരും KSRTCയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റെല്ലാവരും ആ ഒരു പ്രാധാന്യം, ഇത് സാധാരണക്കാരൻ്റെ ഒരു യാത്രയ്ക്കുള്ള ഒരു അവസരമാണ്, അതിന് സഹായകരമായിട്ടുള്ള സ്ഥാപനമാണ്. അതിനെ ഏറ്റവും കാര്യക്ഷമതയോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ബാധ്യത ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ള ആ ഒരു സമീപനത്തോടു കൂടി മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. KSRTC സാമ്പത്തികമായി പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നേരിട്ടിട്ടുണ്ട്, ഇന്ന് നേരിടുന്നുണ്ട്. പക്ഷെ അതിലൊക്കെ ഗവൺമെന്റിന്റെ കഴിവിനപ്പുറത്ത് താങ്ങ് നൽകാനാണ് എന്നും ശ്രമിച്ചിട്ടുള്ളത്. ഇന്ന് തന്നെ ജീവനക്കാരുടെ പെൻഷനുമായി ബന്ധപ്പെട്ട് വളരെയേറെ ആക്ഷേപങ്ങളും പരാതികളും പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നവർക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ അതിൽ ഗവൺമെന്റ് വലിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ്. മറിച്ചൊരു സംവിധാനം ഉണ്ടാകുന്നതുവരെ ഓരോ മാസവും 20 കോടി രൂപ വെച്ച്, ഒരു കൊല്ലം 240 കോടി രൂപ പെൻഷന് വേണ്ടി ഗവൺമെന്റ് കൊടുക്കാം എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഇന്ന് ആ പ്രശ്നത്തിന് താൽക്കാലികമായിട്ടാണെങ്കിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചത്. 20 കോടി രൂപ വെച്ച് KSRTC സമാഹരിക്കും, 20 കോടി രൂപ വെച്ച് ഗവൺമെന്റ് കൊടുക്കും. അങ്ങനെ 40 കോടി രൂപ വെച്ച് വരും കാലങ്ങളിലെ പെൻഷൻ കൊടുത്തു മുമ്പോട്ട് പോകുന്നതിനാണ് തീരുമാനം. അപ്പോൾ അങ്ങനെ ഭാവിയിലേക്കുള്ള തീരുമാനം വരുമ്പോൾ ഇടയ്ക്ക് 2 മാസത്തെ ഒരു ഗ്യാപ്പ്, ഒരു കുടിശ്ശിക വന്നിട്ടുണ്ട്. അതിന് ഒരു പരിഹാരം ഉണ്ടാക്കാനായിട്ടും ശ്രമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. കാരണം ഇത് തന്നെയാണ് KSRTCയുടെ പ്രാധാന്യം, സാധാരണക്കാരൻ്റെ വാഹനം. അതിന് ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തിൻ്റെ പേരിലാണ് KSRTCയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇന്ന് മന്ത്രിയും മാനേജ്മെന്റും തൊഴിലാളി സംഘടനകളും എല്ലാം കൂടി ചെയ്യുന്ന പ്രവർത്തനം വിജയമാകണം. കാരണം സാധാരണക്കാരായ ജനങ്ങൾക്ക്, ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക്, അവർക്ക് അവരുടെ ദിവസവും അവരാശ്രയിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ കാര്യക്ഷമത കേരളത്തിലെ പൊതുവായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പോൾ അതിന് ഗവൺമെന്റ് ഇങ്ങനെയൊരു കാര്യം ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ ഗവൺമെന്റിന്റെ പ്രതീക്ഷ അതാ.
ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഈ സ്ഥാപനം ഉയരണം, കാര്യക്ഷമമായ സേവനം നൽകണം. ആ ലക്ഷ്യം നേടുന്നതിൽ എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ KSRTCയുടെ ഈ അഭിമാന മുഹൂർത്തം അതിൽ പങ്കാളിയായിക്കൊണ്ട് അതിൽ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ശ്രീ ആന്റണി ഇവിടെ പറഞ്ഞ ബൈപ്പാസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഗവൺമെന്റ് പ്രത്യേകമായി ശ്രദ്ധ ചെലുത്തും. ഇന്ന് ചെങ്ങന്നൂർ മുതൽ മൂവാറ്റുപുഴ വരെയുള്ള MC റോഡിന്റെ നവീകരണം, തിരുവനന്തപുരം മുതൽ അങ്കമാലി വരെയുള്ള MC റോഡിൽ തിരുവനന്തപുരം മുതൽ ചെങ്ങന്നൂർ വരെയും മൂവാറ്റുപുഴ മുതൽ അങ്കമാലി വരെയും നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞിരിക്കുക. ഇനി ചെങ്ങന്നൂർ ഏറ്റുമാനൂർ മൂവാറ്റുപുഴ 2 റീച്ചായിട്ട് KSTP ഈ വർക്ക് എടുത്തിരിക്കുകയാണ്. ആ വർക്ക് ആരംഭിച്ച് പുരോഗമിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ആ വർക്ക് തുടങ്ങുന്നത് പോലും വൈകും എന്ന പേരിലാണ് തിരുവല്ല ബൈപ്പാസ് പ്രത്യേകമായിട്ട് എടുക്കാൻ തീരുമാനിച്ചത്. ഇതിൻ്റെ കൂടെ വന്നാൽ വൈകും. പക്ഷേ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വന്നാണ് ഇടയ്ക്കൊരു തടസ്സമുണ്ടായത്. അത് മാറിക്കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ മാറ്റുവാൻ വേണ്ടി ഏറ്റവും വേഗത്തിൽ നടപടികൾ എടുക്കും. അങ്ങനെ ബൈപ്പാസും ഈ കൂട്ടത്തിൽ തന്നെ യാഥാർത്ഥ്യമാകും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.